2013 IPL-ന് ഇനി ഏതായാലും മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഈ 2012 ക്രിക്കറ്റ് വിവാദങ്ങളിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് സിനിമയുമായി ക്രിക്കറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്ന IPL-ൻ്റെ കാര്യം തന്നെയാണ്. ഒന്ന്, ശ്രീ ഷാരൂഖ് ഖാൻ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉടമ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുകവലി, പിന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം തട്ടിക്കയറിയ ആ രംഗം. രണ്ടാമത്തേത് പ്രീതി സിൻഡ അവിടെ ഗ്രൗണ്ടിൽ പോയി അമ്പയർമാരോട് കയർത്ത ആ രംഗം. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നിയന്ത്രിച്ച് IPL കുറച്ചുകൂടി അച്ചടക്കമുള്ള ഒരു ഫോർമാറ്റ് കോമ്പറ്റീഷനായി മാറ്റിയെടുക്കാം? ശ്രീ SKയുടെ സജഷൻ എന്താണ്? തീർച്ചയായിട്ടും ഇത് BCCI ആലോചിക്കേണ്ട കാര്യമാണ്. ക്രിക്കറ്റിൽ പണമുണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യം. ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്ന കാലത്ത് ക്രിക്കറ്റ് ബോർഡിൽ അന്ന് അതിൻ്റെ ഖജാൻജിയായിരുന്ന ആളാണ്. അന്ന് നമ്മൾ ശരിയായ നേരായ മാർക്കറ്റും കൂടി അന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റായിട്ട് ക്രിക്കറ്റിനെ മാറ്റുകയും ശരിയായ മാർഗ്ഗങ്ങളിൽ കൂടി അത് മാർക്കറ്റ് ചെയ്തു ക്രിക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള വിഭവസമാഹരണം നടത്തി അതിലൊരു പങ്കാളിയാകാനും കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ക്രിക്കറ്റ് എന്നും ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കളിയെ സംബന്ധിച്ചുള്ള ഒരിക്കലും ഒരു ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു സാധനം. എപ്പോഴും ക്രിക്കറ്റിന് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം, പക്ഷേ നേരായ മാർഗത്തിൽ കൂടെ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. IPL വരുന്നതും നല്ലതാണ്. IPL ഉണ്ടാക്കിയിട്ടുള്ള ആ പരസ്യ വിപണി, IPL തുറന്നിട്ടുള്ള പരസ്യ വിപണി ലോകത്ത് മറ്റുള്ള അമേരിക്കൻ ഫുട്ബോളിലോ അങ്ങനെ അതുപോലെയുള്ള മാർക്കും ഇത്രയും വലിയ ഒരു പരസ്യ വിപണി അവിടെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ അഭൂതപൂർവമായ ഒരു പരസ്യ വിപണിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ടീമിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ അത് പലതും സിനിമാ താരങ്ങളാണ്, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് പാർട്ട്ണർഷിപ്പായിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ അവർ എൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനി അല്ലെങ്കിൽ എൻ്റെ ടീം കളിക്കുമ്പോൾ ആ ടീമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും എന്ന് തീരുമാനിച്ചാൽ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് IPL എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ആർക്കും അതിൻ്റെ പേരിൽ ഒരു അവകാശം സ്ഥാപിക്കാൻ കഴിയത്തില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നാളെ തീരുമാനിക്കുകയാണ് IPL വേണ്ടാന്ന് തീരുമാനിച്ചാൽ തീർന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ലളിത് മോദിയോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കടമപ്പെട്ടിരിക്കുന്നത്. കാരണം ലളിത് മോദി എന്ന് പറഞ്ഞ ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയം അത് വളരെയധികം സംശയങ്ങളോട് തന്നെ ആദ്യം അവതരിപ്പിക്കുകയെങ്കിലും അത് ഒരു വളരെ വൻ വിജയമാക്കുന്നതിന് സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ എഡിഷൻസ് വന്നപ്പോൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇതിനൊരു കാർണിവലായിട്ട് ക്രിക്കറ്റ് കാർണിവലായിട്ടാണ് അദ്ദേഹം അതിനെ കൊണ്ടുവന്നത്. പിന്നീട് ശ്രീ ലളിത് മോഡി അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ ആ രംഗത്ത് ഒരു കുപ്രസിദ്ധിയോളം അദ്ദേഹത്തിനൊരു വഴിമാറ്റമുണ്ടായ കാര്യം, ഇതിനെയൊക്കെ എങ്ങനെ അങ്ങ് വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും ലളിത് മോഡി നല്ല കാര്യങ്ങൾ ആണ്. ആദ്യം സാമ്പത്തികമായി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് അത് ഗോൾഡ് മൈനാണ് സമ്മാനിച്ചത് അദ്ദേഹം. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പലരും ഇന്ന് ലളിത് മോദിയെ തള്ളി പറയുന്നുണ്ട്. അദ്ദേഹം അതിന് അർഹനുമാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അത് ഒരു സർവാധികാരിയായി അവസാനം മാറുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് ആവശ്യമായിട്ടുള്ള വിഭവം സമാഹാരം അത് നടത്തി അദ്ദേഹം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനോട് യാതൊരു വിധത്തിലും ബന്ധപ്പെടാതെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം അധികാര പരിധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ശരിയായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് മാറുന്ന ഒരു സ്വഭാവം വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു സാധനത്തിന് അദ്ദേഹത്തെ നല്ലവണ്ണം മോൾഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ എന്നും ഒരു അനിഷേധ്യമായ ഒരു നേതൃത്വം അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം പല വിവാദങ്ങൾ ചെന്നപ്പെടുകയും ആ വിവാദങ്ങളിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് ജനത്തിനും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിൽ കൂടി എല്ലാവരും മനസ്സിലാക്കുകയും അദ്ദേഹം തന്നെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്ന ഒരു ഗതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ തീർച്ചയായും കേരളത്തിൽ IPL-ഉമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ വരവ്, അത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ, പിന്നീട് ഇതാ വന്നതുപോലെ പോയി എന്നുള്ള മട്ടിൽ അവരുടെ തിരോധാനം, കേരളത്തിൻ്റെ IPL രംഗത്തുള്ള ഈ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ കേരള ക്രിക്കറ്റിന് ക്ഷീണം ചെയ്യുമോ? എന്താണ് അങ്ങയുടെ? തീർച്ചയായിട്ടും IPL-ന് ഇങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ട് IPL കേരളത്തിൽ വരുന്നതിന് എതിർത്തിരുന്നവരുണ്ടെങ്കിൽ പോലും അന്ന് പോലും ഈ IPL കേരളത്തിൽ വരുന്നതിന് അങ്ങ് അറ്റം സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ. ക്രിക്കറ്റിലെ പഴയ ക്രിക്കറ്റ് തറവാട്ടിലൊരു പഴയ അംഗമെന്നുള്ള നിലയില്ല. കാരണം ഞാൻ കണ്ടത് അന്ന് രണ്ട് കാരണങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. IPL വന്നതോടെ കേരളത്തിലെ ക്രിക്കറ്റിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭൂതപൂർവമായ ഒരു വികസനമാണ് ഉണ്ടായത്. അതേപോലെ കളിക്കാർക്കുണ്ടായ നേട്ടം.
കേരളത്തിലെ കളിക്കാരന് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടുന്നതിന് ഒരു ഏറ്റവും പറ്റിയ ഒരു വാതിൽ തുറന്നു കഴിയും. കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ 3-4 കളിക്കാർക്ക് IPL കൊച്ചിൻ ടസ്കർ ടീമിൽ അവസരം കിട്ടുകയും അതിലുള്ള പ്രകടനങ്ങൾ ഇപ്പോൾ ദേശീയ തലത്തിൽ രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫിയുള്ള മത്സരങ്ങളുടെ പ്രകടനത്തിൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി പോലെ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ദേശീയ ടീമിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അത് എല്ലാ കളിക്കാർക്കും കേരളത്തിൽ നിന്ന് അതിലേക്ക് കിട്ടുന്നില്ല. അതേസമയം IPL ഏറ്റവും ചുരുങ്ങിയത് 4-5 കളിക്കാർക്ക് കളിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ആ പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദേശീയ ടീമിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടി അവർക്ക് തുറന്നു കിട്ടുകയാണ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. രണ്ടിൽ ആദ്യത്തേത് ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ IPL ആദ്യത്തെ എഡിഷൻ നടന്ന സമയത്ത് തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വളരെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തുന്നുമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമുക്കൊരു നേട്ടം തന്നെയാണ്. അത് IPL ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ്. അതേസമയത്ത് കളിക്കാർക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം, അതൊരു വലിയ വിലപ്പെട്ട നഷ്ടം തന്നെയാണ്. അത് ആ നിലയ്ക്ക് കൊച്ചിയിൽ നമ്മുടെ ഒരു ടീം പോയത് നമുക്ക് കേരള ക്രിക്കറ്റിന് പോലും അതൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. അങ്ങ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് പ്രഖ്യാപിച്ച വിഷൻ 2010 തീർച്ചയായും വളരെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ അങ്ങ് അവതരിപ്പിച്ചിരുന്നു. ഈ 2010 കഴിഞ്ഞു, 2 വർഷവും പിന്നിട്ടു. എന്താണിപ്പോൾ ആ വിഷനുമായിട്ട് ബന്ധപ്പെട്ട റിയാലിറ്റീസ് എന്താണ്? ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് എത്രത്തോളം ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ഒരു കാര്യം പറയാം. ഞാൻ വിഷൻ, ഇപ്പോൾ എൻ്റെ വിഷൻ മാത്രമല്ല, നല്ല ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം കേരള ക്രിക്കറ്റിൽ ആര് വിഷൻ കൊണ്ടുവന്നാലും നല്ല കാര്യമാണെങ്കിൽ അത് നടത്തേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ക്രിക്കറ്റിൽ ഇപ്പോൾ സജീവമല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിലെ ഭരണ നേതൃത്വവും അവരെ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പല ക്രിക്കറ്റ് അക്കാഡമികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് പലയിടത്തും പല ജില്ലകൾ തോറും ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഈ വിഷനിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ തന്നെയും അത് ഇപ്പോഴത്തെ ഭരണ നേതൃത്വം നടപ്പാക്കുന്നതിൽ എനിക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പലയിടത്തും വളർന്നു വരുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് കളിക്കാനുള്ള അവസരവും അവർക്ക് തന്നെ പലരും ക്രിക്കറ്റ് ഈ GV രാജ സ്പോർട്സ് സ്കൂൾ മാതിരി ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടിയിട്ട് അവരെ സ്കൂളിൽ ചേർത്തുകൊണ്ട് അവർ അക്കാഡമിയിലെ അംഗങ്ങളാക്കിക്കൊണ്ട് അവർക്ക് പരിശീലനം നടക്കുന്നതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം, ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു വളരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു കോംപ്ലക്സ്, അതിപ്പോൾ ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ആണ് അത് വന്നത്. അതിപ്പോഴും അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സ്റ്റേഡിയം, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കുന്നിൻ്റെ മുകളിലാണ്. അന്ന് അത് ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ തുടങ്ങുന്ന കാലത്ത് അതിന് ഏറ്റവും കൂടുതൽ തുടങ്ങുന്നതിന് മുൻകൈ എടുത്ത ഒരാളാണ് ഞാൻ. അവിടെ അന്ന് തന്നെ പലരും അതിനോട് താല്പര്യം പ്രകടിക്കാത്തതിന് കാരണം ഒരു പാറക്കുന്നിന്മേൽ എങ്ങനെയാണ് സ്റ്റേഡിയം വരും. പക്ഷേ 50 കൊല്ലത്തേക്ക് ഒരു ജോളി റോവേഴ്സ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ക്ലബ്ബ് 50 കൊല്ലത്ത് യാതൊരു പണവും ഒരു പൈസ ആവശ്യപ്പെടാൻ 50 കൊല്ലത്തെ ഒരു ലീസ് നമുക്ക് തരികയും അതൊരു 2 കൈ കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. 50 കൊല്ലം ഒരു ക്രിക്കറ്റ് വലിയൊരു ഏരിയ 30 ഏക്കറോളം ആ സ്ഥലം ക്രിക്കറ്റ് സൂക്ഷിച്ചുകൊണ്ട് അവിടെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാക്കി. ആ സ്റ്റേഡിയം ഉണ്ടാക്കി കാലക്രമേണ. അന്ന് സ്റ്റേഡിയത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും മുൻകൈയിട്ട് ഞാൻ തന്നെയാണ് ചെയ്തെങ്കിലും ഇപ്പോൾ അവിടെ സ്റ്റേഡിയം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്റ്റേഡിയം അത് ഇന്നിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്വന്തം സ്റ്റേഡിയമാണ്. ഇപ്പോൾ രഞ്ജി ട്രോഫി മത്സരങ്ങൾ വരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തലശ്ശേരി സ്റ്റേഡിയം, അവിടെ സ്ഥലം മുനിസിപ്പാലിറ്റിയുമായി യോജിച്ചുകൊണ്ട് നമ്മളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സ്റ്റേഡിയം വന്നു. അപ്പോൾ അവിടെ ഒരു രഞ്ജി ട്രോഫിക്ക് അനുയോജ്യമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നു. സിംഹങ്ങളുടെ കൂട്ടിൽ പോയി അവരെ മെരുക്കി അവരോടൊപ്പം കഴിയാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു സ്വാധീനം എന്നിൽ ഉണ്ടായിട്ടുണ്ട്.